എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ആദർശ് പറയുന്നുണ്ട് നന്ദി കിട്ടവരെ എങ്ങനെ പെരുമാറിയാലും എനിക്ക് കുഴപ്പമില്ലാന്ന്. അന്നേരം ഞാൻ ചോദിക്കും നന്ദി കിട്ടവരെ എന്ന് പറയാനുള്ള കാരണം എന്താ, ഞാൻ എന്ത് തെറ്റാ ആദർശേട്ടാ ചെയ്തത് എന്ന് ചോദിക്കുമ്പം അതൊന്നും പറയാൻ എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല. അന്ന് വിവാഹം കഴിഞ്ഞ സമയത്ത് നീ ഈ റൂമിലേക്ക് നീ വരുന്നത് പോലും എനിക്കിഷ്ടമല്ലായിരുന്നു. അതിലേറെ വെറുപ്പ് എനിക്കിപ്പോൾ നിന്നോടുണ്ട്. അതുകൊണ്ട് ഈ റൂമിൽ നിന്ന് പോയി തരാമോ, എനിക്ക് നിൻ്റെ മുഖം കാണുന്നത് പോലും ഇഷ്ടമല്ല എന്ന് പറയുന്നു. അന്നേരം ആകെ വിഷമിച്ച് നയന പുറത്തേക്ക് പോകാൻ തുടങ്ങുവാണ്. അന്നേരം ആദർശ് പിന്നെയും പറയുന്നുണ്ട്, ഞാൻ അന്ന് വിഷുവിന് നിൻ്റെ വീട്ടിലേക്ക് വരേണ്ടതായിരുന്നു, ഞാൻ വരാതിരുന്നത് നിന്നോടുള്ള വെറുപ്പ് കൊണ്ടാണ്, അത്രയ്ക്ക് ഞാൻ നിന്നെ വെറുക്കുന്നുണ്ട് എന്ന് പറയും. അന്നേരം അതിനിടയ്ക്ക് നയന ചോദിക്കുക കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന്. അന്നേരം ആദർശ് പറയും അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ തരേണ്ടവർ തന്നോളൂ, നീ തരണ്ട എന്ന് പറയുന്നു. വിഷമിച്ച് നയന അങ്ങോട്ട് പോവുകയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ അനിയെ കാണിക്കുന്നുണ്ട്. അനിക്ക് ആകെ വിഷമാട്ടോ, നന്ദുവിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ, അതിൻ്റെ വിഷമത്തിലിരിക്കുവാണ് അനി. എന്നിട്ട് മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഞാൻ എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും അവൾ എൻ്റെ മനസ്സിൽ നിന്ന് പോകില്ല, ഓരോ ദിവസം കൂടുന്തോറും കൂടുതൽ ശക്തിയോടെ എൻ്റെ മനസ്സിലേക്ക് അവൾ വരുവാണല്ലോ എന്നൊക്കെ അനി ഓർക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നന്ദുവിൻ്റെയും കാര്യം. നന്ദു അവിടെ റൂമിലിരിക്കുമ്പോഴും അനിയുടെ കാര്യം ഓർത്ത് ആകെ വിഷമമാണ്. അനിയുടെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ സൂം ചെയ്ത് മുഖമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് നന്ദു ഓർക്കുവാണ്, എല്ലാവരും എന്നെ ഉപദേശിച്ചു എന്നിട്ടും എൻ്റെ മനസ്സിനൊരു മാറ്റം വരാത്തത് എന്ന് നന്ദു ഓർക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഗോവിന്ദനെയാണ് കാണിക്കുന്നത്. ഗോവിന്ദൻ ആകെ വിഷമത്തിലിരിക്കുവാണ്, നന്ദു പോയതിന് സങ്കടമാണ്. ഇത് തന്നെ അങ്ങോട്ട് വരുന്ന കനകയും പറയും. അന്നേരമാണ് നവ്യ വരുന്നത്. അപ്പം നവ്യയോട് ചോദിക്കുന്നുണ്ട് ഗോവിന്ദൻ നന്ദുവിനെ വിളിച്ചായിരുന്നോ എന്ന്. ഇല്ല എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് നീ വിളിച്ച് അന്വേഷിക്കേണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താച്ചാ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് നവ്യ അന്നേരം തന്നെ വിളിക്കുവാണ്. ഫോൺ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ആകെ വിഷമം നന്ദുവിന്. എന്താ നീ വിളിക്കാതിരുന്നതെന്ന് ചോദിക്കുമ്പം നിങ്ങളുടെയൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് ആകെ വിഷമാവും, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നതെന്ന് പറയും. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു എസ് എ ആകാൻ വേണ്ടിയില്ലേ നീ ഇവിടുന്ന് പോയത്, കുറച്ചുകൂടെ ബോൾഡ് ആകണ്ടേ എന്ന് ചോദിക്കും. അന്നേരം നന്ദു പറയുന്നുണ്ട്, അത് ചേച്ചിക്ക് അവിടെ ഇരുന്ന് പറയാം, ഇങ്ങനെ ഒറ്റപ്പെട്ട് പോകുമ്പോഴേ എൻ്റെ വിഷമം അറിയാവുള്ളൂ എന്ന് പറയുക. പിന്നെ ഗോവിന്ദനും കനകയൊക്കെ സംസാരിക്കും. അവർക്കെല്ലാം നന്ദു അടുത്തില്ലാത്തതിൻ്റെ വിഷമം, നന്ദുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ കൂടുതൽ സങ്കടം. അന്നേരം നന്ദുവും പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ വിഷമമാകും, അതുകൊണ്ട് ഞാൻ വിളിക്കാതിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഈ കരയുന്ന കാണുമ്പോഴേക്കും നവ്യ ഫോൺ തിരിച്ചു മേടിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീ അവിടെ അഡ്ജസ്റ്റ് ആയോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ഏതായാലും നിൻ്റെ ട്രെയിനിങ് കഴിയട്ടെ, അത് കഴിയുമ്പോൾ നോക്കിയോ നിനക്ക് അവിടുന്ന് പോരാനായിരിക്കും പാട്, കുറച്ച് ദിവസം കഴിഞ്ഞേക്കും അവിടുമായിട്ട് നീ അങ്ങ് അഡ്ജസ്റ്റ് ആയിക്കോളും എന്നൊക്കെ നവ്യ പറയും. അത് കഴിഞ്ഞ് നയനെ വിളിച്ചോന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും. അന്നേരം നന്ദു തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ, നയനയും ആദർശം തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയോന്ന്. അന്നേരം നവ്യ പറയും, അല്ല ഒരുപാട് നേരം നയനോട് പിണങ്ങിയിരിക്കാൻ ആദർശേട്ടന് കഴിയില്ലാത്തത് കൊണ്ട് തന്നെ അത് പയ്യെ അങ്ങ് സോൾവ് ആയിക്കോളും, പിന്നെ ഇടയ്ക്ക് അവൾ നിന്നെ വിളിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കും കേട്ടോ. എന്നിട്ട് കനികയോടും ഗോവിന്ദനോടും പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനും ഇങ്ങനെ ഇരുന്ന് കരയുന്നത്, അവൾ എസ് എ ആകാനുള്ള ട്രെയിനിങ്ങിനാണ് പോയേക്കുന്നത്, അത് പൂർത്തിയാക്കി അവളിങ്ങ് തിരിച്ചു വന്നോളൂ എന്ന് നവ്യ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ അബിയെ കാണിക്കുന്നു. അബിയും അവിടുത്തെ ആ സ്വർണ്ണപ്പണിക്കാരനോട് സംസാരിക്കുവാണ്. അയാൾക്ക് ആകെ ടെൻഷനാണ്. ഇനി എന്തെങ്കിലും തരത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ജോലി പോകും, ഉള്ളതുകൊണ്ട് ജീവിച്ചാൽ മതിയായിരുന്നു, ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമാട്ടോ. അന്നേരം അബി പറയുന്നുണ്ട്, അങ്ങനെ ഉള്ളതുകൊണ്ട് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നത്, അതുകൊണ്ട് താനൊന്ന് മര്യാദക്കിരിക്കെ, ഇത് പുറത്തായിട്ടുണ്ടെങ്കിൽ തന്നേക്കാൾ കൂടുതൽ ബാധിക്കുന്നത് എന്നെയാണെന്ന് തനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്ത് ഇതൊന്ന് സോൾവ് ആക്കിക്കോളാം, അതുവരെ തനിക്കൊന്ന് മര്യാദക്കിരിക്കാവോ എന്നൊക്കെ ചോദിക്കും. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, എനിക്ക് പോലീസുകാരെ കാണുമ്പം ആകെ പേടിയാണ്, ഇതിനു മുമ്പ് ജ്വല്ലറി മോഷണം നടന്നപ്പം പോലീസുകാർ വന്ന് എന്നെ ചോദ്യം ചെയ്തപ്പം എൻ്റെ വെപ്രാളം കണ്ട് അവർ സംശയിച്ച് എന്നെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുമായിരുന്നു. അന്നേരം ഞാൻ പാവമാണ്, അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എന്നെ രക്ഷപ്പെടുത്തിയത് നിങ്ങളുടെ മുത്തശ്ശനാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം അഭി പറയുന്നുണ്ട്, ഇത് ഞാൻ എങ്ങനെയെങ്കിലും സോൾവ് ആക്കിക്കോളാം, അതിനു മുമ്പ് താനായിട്ട് അങ്ങോട്ട് ചെന്ന് വിളിച്ച് പറഞ്ഞ് ആകെ കുളമാക്കാതിരുന്നാൽ മതി എന്ന് പറയുവാണ്. പിന്നീട് ആദർശൻ്റെ ഓഫീസിലേക്ക് വരുന്നുണ്ട് കേട്ടോ എസ് ഐ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ മുത്തശ്ശനോട് പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഒരു തിരിമറി ഇവിടെ ഓഫീസിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണമെന്ന് മുത്തശ്ശന് നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചതെന്ന് പറയും. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, ഇതുപോലൊരു ജ്വല്ലറിയിൽ ഞങ്ങൾക്ക് കയറി പരിശോധിക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെ ചില പരിമിതികളുണ്ടല്ലോ, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അതൊന്നും കാര്യമാക്കണ്ട, ഏതായാലും ചെയ്തവരെ കണ്ടുപിടിക്കണം, അതുകൊണ്ട് സാറിന് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത്, ആരോഗ്യമാണ് ചോദ്യം ചെയ്യാനുള്ളത്, അതൊക്കെ ചെയ്തോളാൻ പറയുന്നു. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, ഞാൻ 2-3 പേരെ ചോദ്യം ചെയ്തായിരുന്നു, ചെറിയ സംശയമൊക്കെ തോന്നിയതാണ്, പിന്നെ മൂർത്തി ജ്വല്ലറി ആയതുകൊണ്ടാണ് വെറുതെ വിട്ടത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് ആദർശ് പറയുന്നുണ്ട്. ഈ സമയം
ഇവർ സംസാരിക്കുന്ന അവിടെ നിന്ന് മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അബി. അതുകൊണ്ട് തന്നെ എസ് ഐ പോയി കഴിയുമ്പോഴത്തേക്കും അബി പുറകെ ചെല്ലും. എന്നിട്ട് പറയുന്നുണ്ട്, സാറേ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, അതുകൊണ്ട് സാറ് ഈ അന്വേഷണം ഒരു 3 മാസം അങ്ങ് തള്ളി എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണം. അതിനിടയ്ക്ക് ഞാൻ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചോളാം. അതിനിടയ്ക്ക് സാർ ഇതാരോടും പറയരുത് എന്ന് പറയും. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, അവിടെ കള്ളക്കടത്ത് സ്വർണം വന്നുവെന്നും അതിൽ അത് ഉരുക്കി സ്വർണ്ണമാക്കിയത് അവിടുത്തെ പണിക്കാരനാണ് എന്നൊക്കെ എനിക്കറിയാം. ഞാൻ പിന്നെ താൻ വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഒന്നടങ്ങിയത് എന്ന് പറയും. അന്നേരം അബി പറയുന്നുണ്ട്, സാർ ഇതെങ്ങനെയെങ്കിലും ഒന്ന് 3 മാസം കൊണ്ടുപോകും, അതിനിടയ്ക്ക് എന്തെങ്കിലും ഞാൻ ചെയ്തോളാം, അങ്ങനെ ചെയ്യുന്നതിന് സാറിന് വേണ്ടതൊക്കെ ഞാൻ തരാം എന്ന് പറയും. അന്നേരം അങ്ങേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, മൂർത്തി ജ്വല്ലറി പോലെ ഒരു ഇത്രയും വലിയൊരു സ്ഥാപനത്തിലെ അംഗമാണ് താൻ, തനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം, അത് ഞാനിപ്പം അവിടുത്തെ വെറും ഒരു സ്റ്റാഫ് മാത്രമാണ് സാറേ എന്ന് പറയും. അന്നേരം എസ് ഐ പറയുന്നുണ്ട്, കയ്യിലിരിപ്പ് ഇതല്ലേ, അതുകൊണ്ടായിരിക്കും തരം താത്തിയത് എന്ന്. ഏതായാലും വൈകിട്ട് ക്ലിപ്പിൽ വെച്ച് കാണുമ്പം അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പൈസയും കൊണ്ട് വരാം എന്ന് പറഞ്ഞാണ് അബി അവിടുന്ന് പോരുന്നത്. പിന്നീടും കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ്. ആദർശ് ഈ കാര്യങ്ങളെല്ലാം മുത്തശ്ശനോട് പറഞ്ഞു, അതുപോലെ ജയനും അജയനും എല്ലാം അറിഞ്ഞു. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നമ്മുടെ കമ്പനിയിൽ ഇങ്ങനെയൊരു തിരിമറി നടന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദി നീയാണ്, കാരണം നീ എല്ലാം നോക്കി നടത്തുന്നത്, അതുകൊണ്ട് നീ ശ്രദ്ധിക്കണമായിരുന്നു, ഇത് നിൻ്റെ കഴിവുകേടായിട്ട് ഞാൻ കൂട്ടുമെന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ആരാ ചെയ്തതെന്ന് അറിയത്തില്ല, ഇത് ഏത് സമയത്ത് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ, അത് നിൻ്റെ കഴിവുകേടാണ്. ഇതിനു മുമ്പും അവിടെ മോഷണമൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ഒരു സ്റ്റാഫ് പോലും അങ്ങനെ ഒരു തിരിമറിയോ മോഷണമോ ഒന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം അജയൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവിടെ അതിനുള്ള ഒരു ധൈര്യമുള്ളത് അബി മാത്രമാണ് എന്ന് പറയും. അന്നേരം ജയനും അതിനെ സപ്പോർട്ട് ചെയ്യുവേ. അന്നേരം ഈ കാര്യങ്ങളെല്ലാം പുറകിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ജലജ മനസ്സിലോർക്കുക, ഈശ്വര എല്ലാവരും കൂടി എൻ്റെ മകനെയാണോ കുറ്റപ്പെടുത്തുന്നത് എന്ന്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അവനാണോ എന്നെനിക്ക് സംശയമുണ്ട്, കാരണം അവൻ ഈയിടെയായിട്ട് സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട്, നവ്യയെ സ്നേഹിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ചെറിയ മാറ്റം ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പറയും, അതൊന്നും കണ്ട് നീ വിശ്വസിക്കേണ്ട, കാരണം എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമേ അവനും അവൻ്റെ അമ്മയും ആൾക്കാരെ സ്നേഹിക്കാറുള്ളൂ, അതുകൊണ്ട് ആ കണ്ണോടുകൂടി അവനെ കാണുമൊന്നും വേണ്ട, അവൻ പഠിച്ച കള്ളനാണ് എന്നാണ് മുത്തശ്ശൻ പറയുന്നത്. എന്നിട്ട് മുത്തശ്ശൻ അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, ഇതാരാണ് എന്ന് കണ്ടുപിടിക്കണം എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ ഉയർന്ന ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞേക്കുന്നത്. നല്ല രീതിയിൽ അന്വേഷണം കാണും, പ്രതിയെ കണ്ടുപിടിക്കുകയും ചെയ്യും. അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണെങ്കിലും, ഈ പറയുന്ന നിങ്ങളാണെങ്കിൽ പോലും പിന്നീട് ജ്വല്ലറിയിൽ ഉണ്ടാകുകയില്ല, അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് മുത്തശ്ശൻ പറയുന്നു. ഇത് കേൾക്കുന്ന ജലജയ്ക്ക് ആകെ ടെൻഷനാകും. അപ്പം ജലജ നേരെ റൂമിലേക്ക് വരുവാട്ടോ അബിയുടെ. എന്നിട്ട് അബിയോട് ചോദിക്കും, എടാ താഴെ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു, അതിൻ്റെ അത് നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം അബി ആകെ വിഷമിച്ച് പറയുവാണ്, അമ്മ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയെന്ന്. അന്നേരം ജലജയ്ക്ക് ആകെ ടെൻഷനാകും, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്, ഇനിയിപ്പം നീയാണ് ഇത് ചെയ്തത് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ജ്വല്ലറിയുടെ പടി കയറാൻ പിന്നെ നിനക്ക് സാധിക്കില്ല, ഈ വീട്ടിൽ നിന്നും പുറത്താകും, അങ്ങനെ പുറത്തായിട്ടുണ്ടെങ്കിൽ എന്നെയും ചിലപ്പം പിടിച്ച് പുറത്താക്കും എന്നൊക്കെ പറയും. അന്നേരം അബി പറയുന്നുണ്ട്, അങ്ങനെ ആക്കുവാണെങ്കിൽ ആകട്ടെ, എത്ര നാളെന്ന് വെച്ചാണ് ഇതൊക്കെ സഹിക്കുന്നത്, എൻ്റെ കയ്യിൽ ശമ്പളം കൊണ്ടൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു തിരിമറി നടത്തേണ്ടി വന്നത് എന്ന് പറയും. അന്നേരം ജലജയുടെ ടെൻഷൻ കാണുമ്പോൾ അബി പറയുന്നുണ്ട്, ഞാനല്ലേ തെറ്റ് ചെയ്തത്, ആ സ്ഥിതിക്ക് ഞാനല്ലേ ജയിലിൽ പോകേണ്ടത്, അല്ലാതെ അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, അമ്മയ്ക്ക് ഇവിടെ തന്നെ താമസിക്കാമല്ലോ എന്ന് പറയുമ്പോൾ, എടാ നിൻ്റെ മുത്തശ്ശൻ്റെ സ്വഭാവം നിനക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണോ ഇതൊക്കെ ഒപ്പിച്ച് വെച്ചതെന്ന് ചോദിക്കും. അന്നേരം അബി പറയുന്നുണ്ട്, പിന്നെ ഇങ്ങനൊരു വീട്, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ആ വയസ്സായ കിളവനാണ്, രാജഭരണം പോയതൊന്നും അങ്ങനെ അറിഞ്ഞില്ലെന്ന് തോന്നി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനെ കുറേ ചീത്ത പറഞ്ഞിട്ട് അബി അങ്ങ് പോകുമ്പം മുത്തശ്ശൻ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഈ ജ്വല്ലറിയിലോ വീട്ടിലോ കാണില്ല എന്ന് പറഞ്ഞ കാര്യം ഓർത്ത് ടെൻഷനോടെ നിൽക്കുവാണ് ജലജ.